നമസ്തേ. ഇന്ന് നമുക്ക് പണത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല വാഹനം, ഇതെല്ലാം പണം കൊടുത്താലേ കിട്ടുകയുള്ളൂ. ഇതിനു പുറമെ സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു ഭാര്യയും ബുദ്ധിമാന്മാരും സുന്ദരനും സുന്ദരിയുമായ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമായിരിക്കും എന്ന് ആരും ചിന്തിച്ചു പോകും. ഇതിനെല്ലാറ്റിനും അടിസ്ഥാനമായി ധാരാളം പണം കയ്യിലുണ്ടായിരിക്കുക എന്നത് ഒരാവശ്യവുമാണ്. സാധാരണ നിലയിൽ ജോലി ചെയ്ത് വീട്ടാവശ്യങ്ങളും ചിലവുകളും കഴിച്ച് കുറച്ചെങ്കിലും മിച്ചം വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു പണക്കാരനാവാൻ നിങ്ങൾക്ക് കഴിയുമോ? പലപ്പോഴും വരവിനനുസരിച്ചോ അതിനു മുകളിലോ ഉള്ള ചിലവുകൾ വരുമ്പോൾ മിച്ചം വരുന്നതെല്ലാം ഒരു കണക്കായിരിക്കും. ചിലവുകളെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ഇതിൽ അത്യാവശ്യത്തിന് മാത്രം ചെലവഴിച്ച് ജീവിക്കുന്ന ആളെ ലോകം പിശുക്കനായിട്ടായിരിക്കും കണക്കാക്കുക. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അനാവശ്യവും ആവശ്യവുമെല്ലാം അത്യാവശ്യത്തിന്റെ കോളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രത്യേക ഉത്സാഹവും കാണും. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതിരിക്കുമ്പോൾ അലോരസങ്ങളായി, വഴക്കായി, നിരാശയായി, കുറ്റപ്പെടുത്തലായി. ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കാമെന്ന അന്വേഷണമാണ് പണത്തിന്റെ മനഃശാസ്ത്രം. പണം സമ്പാദിച്ചു കൊണ്ടുവരുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി, പണം ചിലവാക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി വരവ് ചിലവുകളെ കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുകയാണ് ആദ്യപടി. വരവിന്റെയും ചിലവിന്റെയും കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാസം എത്ര തുകയാണ് മിച്ചം വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കുക. അത് രണ്ടു തരത്തിലായി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഒന്ന്, ഒരു ഷോർട്ട് ടേം എമർജൻസി ഫണ്ട്, ഏതെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം വന്നാൽ എടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഫണ്ട്. രണ്ടാമത്തേത് ഒരു ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണ്. ഒരു 5-10 കൊല്ലത്തിന് ശേഷം എന്തെങ്കിലും ഒരു വലിയ ഫണ്ടായി മാറ്റാവുന്ന വിധത്തിൽ അത് എല്ലാവർക്കും ഭാവിയിൽ ഗുണകരമാകും എന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന പണം എല്ലാവർക്കും പിന്നീട് ഉപകാരപ്രദമാവും എന്നൊരു തിരിച്ചറിവ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാനായാൽ ഈ സമ്പാദ്യ പദ്ധതിയുടെ പകുതിയിലധികം ദൂരം നിങ്ങൾ നേടിക്കഴിഞ്ഞു. പണം സമ്പാദിച്ചു വെക്കുന്നതിന് വിരുദ്ധമായ നിലപാടുകളുള്ള ചിലരുണ്ട്. മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, ജീവിക്കുമ്പോൾ രാജാവിനെ പോലെ ജീവിക്കുക, ആവശ്യങ്ങൾ വരുമ്പോൾ അപ്പോൾ നോക്കാം എന്നെല്ലാം പറഞ്ഞ് സമ്പാദ്യശീലത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ടാവാം. അവരോട് പറയാനുള്ളത്, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, പക്ഷേ മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ എന്നാണ്. മാത്രമല്ല, ഒരു അത്യാവശ്യത്തിന് വേറൊരാളോട് ചോദിക്കുന്നതിന് പകരം ഒരു നീക്കിയിരിപ്പുള്ളത് എന്തുകൊണ്ടും പ്രാധാന്യമേറിയ കാര്യമാണ്. മിച്ചം വെക്കേണ്ട തുക മാസാരംഭത്തിൽ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം. തുക എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബാക്കിയുള്ളത് കൊണ്ട് ഒരു മാസത്തെ ചിലവിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഭക്ഷണം, വസ്ത്രം, യാത്രാ ചിലവുകൾ, കുട്ടികളുടെ ഫീസ്, മരുന്ന്, മാസത്തിലൊരിക്കലുള്ള വിനോദത്തിനുള്ള പണം, ഇങ്ങനെ ഓരോന്നും പ്രത്യേകമായി എഴുതുക. ഇതെല്ലാം വരുമാനത്തിൽ ഒരുങ്ങുന്നില്ലെങ്കിൽ എവിടെയാണ് വെട്ടിച്ചുരുക്കേണ്ടത് എന്ന് കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യുക. മറിച്ച് മിച്ചം വരുന്നുണ്ടെങ്കിൽ അതൊരു എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുക. ഈ മാസം ഒരുപക്ഷെ മിച്ചം വന്നെങ്കിൽ വരുന്ന മാസം വേറൊരു ചെലവ് കൂടെ വന്നുകൂടുന്നില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണം സമ്പാദിച്ചു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യമേറിയതാണ് പണത്തിന്റെ മൂല്യം അവർക്ക് പകർന്നു കൊടുക്കുക എന്നത്. ജീവിക്കാൻ പണം ആവശ്യമാണ്. അത് ആവശ്യത്തിന് ചിലവഴിച്ച് മിച്ചം സൂക്ഷിച്ചു വെക്കണം. നാളെയോ മറ്റന്നാളോ ഇത്ര തന്നെ സമ്പന്നമല്ലാത്തൊരു കാലം വന്നാൽ തീർച്ചയായും അത് നമുക്ക് ഉപകരിക്കും. നമ്മുടെ ജീവിതശൈലി ലളിതമായിരുന്നാൽ ഏത് വിപരീത അവസ്ഥയിലും നമുക്ക് ഒരുവിധം ശാന്തമായി തന്നെ മുന്നേറാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു 10-30 വർഷം മുമ്പ് പെട്ടെന്നൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ട സന്ദർഭം വന്നു. കുട്ടികളെല്ലാം പഠിക്കുന്ന സമയം, സ്കൂൾ ഫീസ്, ഓട്ടോ ചാർജ്, അങ്ങനെ ഒഴിവാക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചുകൂടി നമുക്ക് കിട്ടുന്ന മാസ വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കാം? തീർച്ചയായും ചില വെട്ടിച്ചുരുക്കലുകൾ നടത്തിയേ തീരൂ. വീട്ടുജോലിക്കായി ഒരു സഹായി ഉണ്ടായിരുന്നത് തൽക്കാലം നിർത്തിവെക്കാനും നാം എല്ലാവരും കൂടി ആ ജോലി കൂടി ഏറ്റെടുക്കാനും തയ്യാറായി. 3 പേർക്കും സ്കൂളിലേക്കുള്ള ഓട്ടോ ചാർജ് ഒഴിവാക്കാൻ നടന്നു പോകാം എന്ന് തീരുമാനമെടുത്തു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും പിറ്റേ മാസം നോക്കിയപ്പോൾ പത്രക്കാരന് കൊടുക്കാനുള്ള 100 രൂപയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു.
തൽക്കാലം നമുക്ക് പത്രം നിർത്താം, അതിനു പകരം റേഡിയോയിൽ രാവിലെയും വൈകുന്നേരവും ന്യൂസ് കേൾക്കാം എന്ന് തീരുമാനിക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നൊരു കാര്യമുണ്ട്: ഇതെല്ലാം താൽക്കാലികം. നാളെ കാര്യങ്ങൾ മാറി മറയുമ്പോൾ നമ്മുടെ സുഖസൗകര്യങ്ങളിൽ കുറച്ചുകൂടി മാറ്റം വരുത്താം എന്ന പ്രതീക്ഷ തന്നെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയാതെ വളർന്ന കാലത്തേക്കാൾ അവരിലുണ്ടായ വ്യക്തിത്വ വളർച്ച തീർച്ചയായും അവർ ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴാണ്. സുഖസൗകര്യങ്ങൾ എപ്പോഴും ആപേക്ഷികമാണ്. അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ചേട്ടനും അനിയനുമായ 2 അപ്പാപ്പന്മാരെ ഞാൻ ഓർക്കുന്നു. ഒരാൾക്ക് രാവിലെ നെല്ലുകുത്തരിയുടെ കഞ്ഞിയും ചക്കക്കുരു ചീര മെഴുക്ക് പുരട്ടിയും കാന്താരി മുളകിട്ട് ഉപ്പുമാങ്ങയും കിട്ടിയാൽ സന്തോഷമായി. മറ്റേയാൾക്ക് എഴുന്നേൽക്കുമ്പോൾ നെസ്കാഫി കുടിക്കണം, പിന്നെ ഹോർലിക്സ് കഴിക്കണം, പലഹാരങ്ങൾ കഴിക്കണം. അതെല്ലാം ഉണ്ടെങ്കിലേ അവർക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഏത് സാഹചര്യത്തിലേക്കും എത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പരാതികളില്ലാതെ സംതൃപ്തിയോടെ ഇരിക്കാൻ സാധിക്കും. പണം എന്നത് നമ്മുടെ പല സൗഭാഗ്യങ്ങളിൽ ഒന്നു മാത്രമാണ് എന്ന് തിരിച്ചറിയുക. മറ്റു സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നാം അത് തിരിച്ചറിയുന്നത്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും പണത്തിന്റെ മേലെയാണെന്ന് രോഗം വരുമ്പോഴാണ് നാം ചിന്തിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാനും കരുതാനുമുള്ള ഒരു കുടുംബം എത്രയോ വിലയേറിയതാണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമ്പോഴാണ്. നല്ല ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തീർച്ചയായും ഒരു വലിയ നിധിയാണ്. കാലം ചെല്ലും തോറും അവരുടെ എണ്ണം തീർച്ചയായും കുറയും. എന്നാലും സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കാൻ ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും ധനവാനാണ്. ഇതിന്റെ എല്ലാം വില അറിഞ്ഞാൽ തീർച്ചയായും അതിനായി സമയം മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാവും. ഞാൻ എത്ര പേർക്ക് ഒരു നല്ല മുതൽക്കൂട്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.